പ്രിയമുള്ളവരെ, നിങ്ങൾ പല വേദികളിലും പല കലാപരിപാടികൾ കാണുമ്പോഴും അതിൻ്റെ പിന്നണി നിങ്ങൾക്ക് കാണാൻ സാധിക്കാറില്ലല്ലോ. വേദികളെ അമ്പരിപ്പിച്ചുകൊണ്ട് പല കലാപരിപാടികളും, അത് നൃത്തപരിപാടിയായാലും സംഗീത പരിപാടിയായാലും നാടകമോ മിമിക്രിയോ ബാലയോ കഥാപ്രസംഗമോ എന്തുമാകട്ടെ, അത് വേദികളിൽ അരങ്ങേറുമ്പോൾ അതിൻ്റെ പിന്നണിയിലുള്ളവരുടെ കഷ്ടപ്പാടുകളോ വിഷമങ്ങളോ ആരും മനസ്സിലാക്കാറില്ല. ഇവിടെ ഇതാ ഞങ്ങൾ സംഗീതവും നൃത്തവും അഭിനയവും എല്ലാം ഒരുമിക്കുന്ന കലാരൂപമായ ഒരു പുരാണ ബാലയെ ചുവടുപിടിച്ചുകൊണ്ട് അതിൻ്റെ പിന്നണിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. യവനിക ഉയരും ഇവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം, ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർ ഉയർന്നു ഉണർന്നു ഉയർന്നു ഉണർന്നു തുടങ്ങി. പ്രകാശ, എടാ കമ്മിറ്റിക്കാരൊക്കെ കലിപ്പ നമുക്ക് ബാല തുടങ്ങണ്ടേ? പിന്നെ ബാല തുടങ്ങണ്ടേ? ലൈറ്റിന്റെ പണിയൊക്കെ തീർന്നോ? ലൈറ്റിന്റെ പണിയല്ല, രക്ഷപ്പെട്ടു. ഇന്നെങ്കിലും എല്ലാം നേരത്തെ തീർന്നല്ലോ. ഭീമ കളിക്കുന്ന സോമം വന്ന് അഞ്ചെണ്ണം ചവിട്ടി പിടിച്ചിട്ട് പോയി. അങ്ങനെ അതിന്റെ പണി തീർന്നു. അതല്ലേ ലൈറ്റ് അടിച്ച് നോക്കിയോന്നു. അതിനാണ് പറഞ്ഞ പോലെ കള്ളാ മുഖത്താന്നോ ടോർച്ചടിക്കുന്നേ? ആ മുടിഞ്ഞവനെ അതല്ല ഈ കെട്ടിത്തൂക്കിക്കുന്ന കത്തിച്ച് നോക്കിയോന്നു. അതെന്നെ വർത്താൻ ആശാന പറഞ്ഞ. എന്റെ ആശാൻ ഈ പ്രകാശം കെട്ടിത്തൂക്കി ലൈറ്റ് ഇന്നേ വരെ ഏതെങ്കിലും വേദി തെളിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ അങ്ങനെ സംസാരിക്കണ ആശാൻ അതൊന്നും പറഞ്ഞില്ല. തൊട്ടേ ഇതിൽ പിടിച്ച നിന്റെ പരാതി തീർന്നോ? ആശാൻ തൊടാൻ ഞാൻ മുതലാളിയാണ്, ഞാൻ പിടിക്കൂടാ. ഇത് ബേസ്, ഇത് ന്യൂട്രൽ. ടെസ്റ്റർ എടുക്കാൻ മറന്നുപോയി. നിന്റെ മൂട, നീ എന്നെ കൊല്ലിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നത്. നീ ഇങ്ങോട്ട് വിളച്ചിട്ട് കാണിച്ച ഇവിടെ ഞാൻ പറഞ്ഞു വിടും കേട്ടോ. ആശാനെ സൂക്ഷിച്ച് സംസാരിക്കാൻ. പ്രകാശം വരെ ട്രൂപ്പിലേക്ക് പോകട്ടോ. നീ കൂപ്പിൽ പോത്തോളൂ, തടിപ്പണിക്ക് പോടേറക്കാ അവിടുന്ന്. എന്റെ ആശാനെ ഈ ഒരു വെറും സ്വിച്ച് വണ്ടിയെ പ്രകാശൻ ജീവിക്കാൻ. നീ ജീവിക്കുന്നിരിക്കുന്ന കാണൂടാ. പ്രകാശ ഈ ട്രൂപ്പ് വിട്ടാ നീ തെണ്ടി തെന്നി പറയാവോ? നീ ജീവിക്കുന്ന കാണൂടാ. കമ്മിറ്റിക്കാര് ഓടിക്കോ. കമ്പറ്റിക്കാരല്ല ഞാൻ ആശാനെ. എന്താടാ ചെലവേണോട്ടാ? എന്തത്തിന്? പുതിയ പുകമോഷം മേടിച്ചിട്ട് നമ്മളോട് പറഞ്ഞില്ലല്ലോ. എടാ, അത് പുകമിഷൻ മേടിച്ചൊന്നുമല്ല, പിന്നെ പ്രകാശം ലൈറ്റ് ടെസ്റ്റ് ചെയ്തതാ. കമ്മിറ്റിക്കാരൊക്കെ കരിപ്പാണ്, കൈക്കൊക്കെ ഈ കനവുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുക ബാല തുടങ്ങുന്നില്ലേ എന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, പ്രയർ അങ്ങ് നടത്തിയാലോ? എല്ലാരും പാടേ. എല്ലാ ആർട്ടിസ്റ്റുകളും ഇങ്ങോട്ട് വാടാൻ ചോദിച്ചു. എല്ലാരും വാങ്ങിട്ട് ഇവിടെ ഊണ് കഴിക്കാൻ ഭയങ്കര തിരക്കാന്നല്ലേ. ഉള്ളവരെ വെച്ച് നമുക്ക് പ്രയർ ചെയ്യാം. ഉള്ളവരൊക്കെ വന്നാൽ മതി. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ മൊത്തം 25 ബാലയെ കളിച്ചു, 25 ബാലയും പൊളിഞ്ഞു. പക്ഷെ ഇന്നത്തെ ബാലേ എന്തായാലും പൊളിയും. അങ്ങനെ പൊളിഞ്ഞു കഴിഞ്ഞാൽ ആരും പടിഞ്ഞാറ്റോട്ട് ഓടല്ല, എല്ലാരും കിഴക്കോട്ട് ഓടണം. ആ പുറമെ അറബിക്കടലല്ലേ. ഞാൻ മുതലാളിയാണ്, ഇവൻ പ്രകാശനാണെന്ന് കടലിനറിയത്തില്ല. തെരുവന്ന് കൊണ്ടുപോകും, മൂന്നാം പോക്ക് പൊങ്ങും, അഴുകും, ഭയങ്കര നാറ്റവാ. ആണെന്നൊന്നും കൊള്ളത്തില്ല, അഡ്ജസ്റ്റ് ചെയ്ത് തിന്നണം കേട്ടോ. അപ്പൊ പ്രയർ എടുത്താ ആ സ്ക്രിപ്റ്റും ചന്ദന തിരിയട്. തിരി തിരി നീ തിരിയാനല്ല, ചന്ദന തിരി എടുക്കാന്. പ്രകാശ പാട്ടിട്ടോ കേട്ടോ. ഭക്തിഗാനം പ്രാർത്ഥിക്കലേ. ആഞ്ഞു പ്രാർത്ഥിച്ചു. CD നമ്പർ 1. ഡാഡി മമ്മി വീട്ടിലില്ല, കടപ്പോട യാരുമില്ല, വിളയാട് കോമാവുള്ള ഇവിടെ പാട്ട് മാറിപ്പോയി, ഭക്തിഗാനം വിടാന്. ഇവിടെ ട്രാക്ക് വണ്ണിട്, നോക്കി കണ്ടി വിടാ. നിന്നെ വെട്ടി മൂടാന്. എടാ നോക്കി കണ്ടി വിടാ. പൂജ്യം കഴിഞ്ഞിട്ടുള്ള ഒന്ന് ട്രാക്ക് വണ്ണ് ഇട് ഇട്. എടാ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ മണ്ണെണ്ണ കൊണ്ട് അടിച്ചടാ വൃത്തിയായിട്ടവര്. എടാ സ്ക്രിപ്റ്റിന്റെ മെയിൻ ഭാഗം എല്ലാം കത്തിപ്പോയിട്ടുണ്ട്. 5 ഡയലോഗ് എല്ലാം നശിച്ചു പോയി. എല്ലാരും കൈ നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഡയലോഗ് പറഞ്ഞോണം. എല്ലാരും പോയി മേക്കപ്പ് പോ. ടെൻഷൻ എല്ലാം മറന്നുപോയി. ഒരു സംശയം ചോദിച്ചോട്ടെ, എന്താടാ? ഇന്റർവെല്ലിന് ശേഷം ഫസ്റ്റ് സീൻ എപ്പോഴാ? അനിയോ എന്തോ നമ്മൾ ഇന്നേ വരെ ഇന്റർവെൽ വരെ കളിച്ചിട്ടുണ്ടോ? ഇല്ല.
എടാ ആദ്യം ഇന്റർവ്യൂവിനെ പോകും നോക്കട്ടെ, പിന്നെ നിന്റെ വേഷം. അയ്യോ ആശാനെ വേറൊരു പ്രശ്നമുണ്ട്. എടാ എന്താ? ഹനുമാന്റെ വേഷം ചെയ്യണ സുലൈമാൻ ഇതുവരെ വന്നിട്ടില്ല. അശ്ശുരു, അവൻ വന്നില്ലേ? എടാ പ്രകാശ്, അവൻ വന്നില്ലെന്ന്. ഇനിയിപ്പോ എന്തേ ഒരു കാര്യം ചെയ്യ്. എന്റെ പൊന്നു മൊത്തം നീ അവന്റെ ഫോണിലോട്ടൊന്ന് വിളിക്കേ. എപ്പോഴെപ്പോഴും വിളിക്കാം. എന്റെ ഫോണിൽ കാശ് വേണ്ട. എന്തോരം വിളിയാ വിളിച്ചത്. പരിപാടി കഴിയുമ്പോ ചാർജ് ചെയ്ത് തരാന്ന്. പരിപാടി ചാർജ് ചെയ്ത് തരും. 75 കൂവ. 75 രൂപ ശമ്പളം ഉള്ളൂ എനക്ക്. അറിയാൻ പാടില്ല. എന്റെ അമ്മച്ചാനെ എനിക്ക് അറിയത്തില്ലായിരുന്നടാ. ഒരു കാര്യം ചെയ്യ്, ഇന്ന് തൊട്ട് നിനക്ക് 250 രൂപ ശമ്പളം. Thank you, ആശാനെ. Thank you, ആശാനെ. സന്തോഷമായോ? 4 പരിപാടി കുടുംബം വന്ന് മേടിച്ചു. ബാക്കിയുള്ളവൻ തീയതിന്റെ അവൻ കളിക്കുന്നടാ പ്രകാശ. എടാ സുലൈമാനെ, നീ ഇതവിടെ പോയി കിടക്ക. ബാല തുടങ്ങണ്ടേ? കമ്മറ്റിക്കാരത്തെ ഭയങ്കര കലിപ്പാട്ടാ. കനവുണ്ട്. എന്താന്ന് ആശാനെ, അവൻ ഇപ്പൊ തന്നെ വാർക്കപ്പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കേറിയിട്ടേ ഉള്ളൂ. ദീപഭാഗ്യം, അവൻ വീട്ടിൽ വന്ന് കേറിയോ? വീട്ടിൽ വന്ന്. എന്നാ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവനോട് വിളിച്ചു പറയണം. എന്താ ആശാനെ? വരുമ്പോ കുളിച്ചിട്ട് വരാൻ പറയണം. ആശാനെ എടാ കഴിഞ്ഞ പരിപാടിക്ക് ഹനുമാന്റെ കാലയെ സിമെന്റിൽ നിന്നും പറഞ്ഞ് കമ്മിറ്റിക്കാർ 1000 രൂപ കുറച്ചാ തന്നെ. ഇന്നെങ്കിലും വൃത്തിമേനായിട്ട് വരാൻ പറ. കാലം മൊത്തം പൂപ്പല എണ്ണയൊക്കെ തേക്കാൻ പറയാട്ടോ. എടാ സുലൈമാനെ, നീ കുളിച്ച് നല്ല വൃത്തിയായിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. പെട്ടെന്ന് വരണട്ടാ, ആകെ കലിപ്പാണ് ഇവിടെ. എന്താന്ന് ആശാനെ? മരുത്വാമല കൊണ്ടുവരണോന്ന്. അവന്റെ അമ്മയുടെ വീടിന് തൊട്ടപ്പുറത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് പറയണം. അവൻ പരിപാടി പൈൻ്റെ കൊണ്ടെന്ന് പറ കൊടുക്ക. എടാ സുലൈമാനെ, നിന്റെ അമ്മ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് പരിപാടി. നീ ഹനുമാന്റെ വേഷം കിട്ടി നേരിങ് വന്നാ മതി. പെട്ടെന്ന് വരണട്ടാ. കമ്മറ്റിക്കരുതേ ഈ കന കൈക്ക് കേട്ടാ. ഓക്കെ ഓക്കെ. അവനെ നോക്കണ്ടെന്ന് പറഞ്ഞു. അവൻ വന്നോളാന്ന്. എടാ പറഞ്ഞ പോലെ നിനക്കിനകത്ത് എന്തോടാ വേഷം? നരസിംഹം. അത് പറയുമ്പോ എന്തൊരു അന്തസ്സാന്നറിയാവോ? പ്രകാശ, ഞാൻ അവന്റെ ഇവിടെ കിടന്ന് അനങ്ങുന്ന മുയലിന്റെ കൂട്ട്. ഞാൻ നിന്റെ അടുത്ത് എത്രാമത്തെ തൂണി കയറി ഇരിക്കാനാ പറഞ്ഞേ? 3ാമത്തെ. ആണോ? നീ കഴിഞ്ഞ പരിപാടിക്ക് തൂണ് മാറി കയറി, ഇനി ബാക്കി 9 തൂണ് ഞാൻ വെട്ടിപ്പൊളന്നു. പിന്നെങ്കിലും കറക്റ്റായിട്ട് കയറി ഇരുന്നോണം. പോയി തൂണി കയറി പോടാ. സംശയം. അടുത്ത ഈ ഇന്റർവ്യൂ സമയത്ത് എന്റെ പേര് എങ്ങനെ അനൗൺസ്മെന്റ് നീ ഇടിവെട്ടി മരിക്കാൻ ഈ സമയത്താണോ നീ ഇതൊക്കെ ചോദിക്കുന്നത്? നീയല്ലേ ലൈറ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് നിന്നെ പരിചയപ്പെടുത്തുന്നത് പ്രകാശൻ. പ്രകാശൻ യാതൊരു ബൂസ്റ്റിംഗും ഇല്ലാണ്ട് എന്റെ പേരെ അനൗൺസ്മെന്റ് ചെയ്താണ്ടല്ലോ. അവസാനം നടക്കണ യുദ്ധത്തിൽ ലൈറ്റ് മുഴുവൻ ഞാൻ ഓഫ് ചെയ്യും. കളിക്കല്ലേ എന്നോട് കേട്ടോ. അവസാനം നടക്കുന്ന യുദ്ധം ഇതിലേക്ക് യുദ്ധം തരുന്നില്ല ആശാനെ. ഇങ്ങനെ ആശാൻ ഇങ്ങനെ കുറച്ച് പേര് മോടിയിട്ട് ആശാന്റെ കുറച്ച് പേര് ഓടിയിട്ട് ആശാൻ അവരെ കയറി മോടിയിട്ട്. എടാ അത് യുദ്ധമൊന്നും അല്ല. പിന്നെ എന്നാ? കമ്മറ്റിക്കാരി കയറി എന്നെ തല്ലുന്നല്ലയോ? എന്റെ ആശാനെ യുദ്ധമാന്ന് ഓർത്ത് ഞാൻ പച്ചയിടുന്നു മഞ്ഞയിടുന്നു നീലിടുന്നു. എന്റെ പൊന്നു പ്രകാശ, പിന്നെ നീ പുകയിട്ടോണ്ട് എന്റെ മോന്ത കിടിയിട്ടില്ല. പെണ്ണുങ്ങളെ ഡ്രസ് മാറുന്ന താരം ഒളിഞ്ഞു നോക്കുന്ന ചെല്ലടാ. എടാ ഞാൻ ഇമാരത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൂടെ കളിക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ പെങ്ങന്മാരെ പോലെ വേണം കാണാൻ. ആശാൻ എന്നെ ഇട്ടിങ്ങനെ ഓടിക്കാനാണോ? ഞാൻ പോയി നോക്കിട്ട് ശല്യപ്പെടുത്താൻ പെമ്പിള്ളേരില്ല, നമ്മുടെ ആമ്പിള്ളേരില്ല. എന്നിട്ട് ഞാൻ രമണിയുടെ ശബ്ദം ഇപ്പൊ കേട്ടാണല്ലോ. ഞാൻ പോയി നോക്കിയത് ഞാൻ നിനക്കിതിനകത്ത് എന്തോടാ വേഷം? എന്റെ പൊന്നു രാക്ഷസാ, ആ വാ തുറന്ന് കാര്യം പറയല്ലേ. 10 പട്ടിക്കിനുള്ള ഇറച്ചിയുണ്ട്. എടാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വാലേ കഴിയുന്നതിനും വരെ വാ തുറന്ന് കാര്യം പറയല്ലെന്ന്. കയറിപ്പോടാ നിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി. ഓടിക്കോ. എങ്ങനെ? രാവണനാറ് തലയുള്ളൂ. എടാ ഇവിടെ ഇരിക്കുന്ന കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം രാവണന് 10 തലയുണ്ടെന്ന്. അതല്ല ഞാൻ പറഞ്ഞത്. രാവണന്റെ 6 തല നമ്മൾ ക്യാമ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യും? ഇവിടെ നീ ഒരു കാര്യം ചെയ്യ്. സ്റ്റേജിന് പുറകിൽ കൊട്ടയ്ക്കകത്ത് ബ്രഹ്മാവിന്റെ 3 തല വെറുതെ ഇരിപ്പുണ്ട്. അതിന്റെ താടിയൊക്കെ പറിച്ചു കളഞ്ഞിട്ടേ ഈ രാവന്റെ തലയുടെ വിടവിന് 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 കുത്തിക്കറ്റി വെക്കടാ. അങ്ങോട്ട് കുത്തിക്കറ്റി കഴിഞ്ഞാൽ 6, 3, 9 അല്ലേ ആവുന്നു. എന്റെ കൂടെ ചേർത്ത് 10. എന്റെ കമ്മിറ്റിക്കാരൊക്കെ കലിപ്പ് അറിയാലേ. എന്നെ കൊണ്ട് എപ്പോഴും പറയക്കല്ലേ. അഥവാ ബാലെ പൊളിഞ്ഞ ആരും പടിഞ്ഞാറ്റോട്ട് ഭയങ്കര നാറ്റവോ. അഡ്ജസ്റ്റ് ചെയ്ത് തിന്നോണം കേട്ടോ. അപ്പൊ എല്ലാം ചെക്ക് ചെയ്തോടെ. സരോജിനി വന്ന് സാരി മാറ്റി ചുരിദാർ ഇട്ടോ. വെരി ഗുഡ്. സരള വന്ന് സാരി മാറ്റി രാറ്റിയുടെ വേഷം ഇട്ടു. എക്സലന്റ്. അയ്യോ സരള, എടാ വായി നോക്കി നീ സെക്രട്ടറി എന്നും പറഞ്ഞ് നടക്കുന്ന പോയി നോക്കടാ. പോയി നോക്ക്. പെട്ടെന്ന് പോ. ആശാനെ അവന്റെ ചെക്കിങ് അത്ര ശരിയല്ല കേട്ടോ. നിനക്ക് അങ്ങനെ അറിയാം? അവൻ എന്നാ പറഞ്ഞേ? സരോജിനി വന്നിട്ട് സാരി മാറിയിട്ട് ചുരിദാർ ഇട്ടുന്നു. സരോജിനി സാരിയാണ് കൊടുത്തോണ്ട് വന്നത്. അവള് ചുരിദാറല്ലായിരുന്നു ആശാനെ. അവളെ ചുരിദാർ അഴിച്ചു വെച്ച് പുൽത്തോലിട്ട പിന്നെ ലൈറ്റ് കിട്ടിട്ട് താഴെ ഇറങ്ങി. പ്രകാശം നിന്റെ ചെക്കിങ് അത്ര ശരിയല്ലേ കേട്ടോ. നടിമാരി വരുന്ന കാര്യം നിന്നെ ഏർപ്പാട് ചെയ്തേക്കുന്നത്. അവര് വന്നോ?
ഇപ്പൊ തല്ലുകൊണ്ട് മരിച്ചാൽ എന്താ താമസിച്ചേ? ഏറ്റടയായിരുന്നു ഇത്. ഏറ്റടയാന്നോ? ആ. ദേ പെങ്കൊച്ചെ മേക്കപ്പ് സാധനം പോലെ ചരിപ്പത്തിനകത്ത് കലക്കി വെച്ചിട്ടുണ്ട്. ഓടിച്ചെന്ന് മുങ്ങി അങ്ങ് പൊങ്ങത്തു. ഓക്കേ. അണ്ണനും പോയി മേക്കപ്പ് ബടന്റെ ആവശ്യമുണ്ട്. ഓടിച്ചെല്ലു പെട്ടെന്ന് നോക്കൂ. കുറെ സമയമല്ലേ നിങ്ങൾ എന്താ ബാല തുടങ്ങണം തുടങ്ങാൻ പോവാണ്. പെട്ടെന്ന് ബാല തുടങ്ങണം മക്കളാണ് തുടങ്ങുന്നത്. എല്ലാ ഒരുക്കങ്ങളൊക്കെ ശരിയായോ? തുടങ്ങാൻ ആ, പോവാ. തുടങ്ങി അങ്ങോട്ട്. കമ്മറ്റിക്കാരേ സലാം കമ്മറ്റിക്കാരേ സലാം കമ്മറ്റിക്കാരേ സലാം മരണമണിയുമായി ജനസാഗരങ്ങളെ സ്റ്റേജിൽ നടി വാങ്ങുവാൻ ഓടുന്ന ഞങ്ങൾ തൻ ചരമപുളകങ്ങളായി കമ്മറ്റിക്കാരേ സലാം കൊള്ളപ്പലിശയ്ക്ക് വെടിനു വാങ്ങി ബാലെ ഞാനൊന്നു തുടങ്ങി കൊള്ളപ്പലിശയ്ക്ക് വെടിനു വാങ്ങി ബാലെ ഞങ്ങൾ തുടങ്ങി കടങ്ങൾ കേറി മുടിഞ്ഞു പൊളിഞ്ഞു ഞങ്ങളുടെ കഥ കേൾക്കൂ കടങ്ങൾ കേറി മുടിഞ്ഞു പൊളിഞ്ഞു ഞങ്ങളുടെ കഥ കേൾക്കൂ വാല് തുടങ്ങി ഇന്റർവെല്ലായി കമ്മറ്റിക്കാർ സ്റ്റേജിൽ കയറി വാല് ഇന്റർവെല്ലായി കമ്മറ്റിക്കാർ സ്റ്റേജിൽ കയറി 1.5 മാസം 8ാമത്തെ വാർഡിൽ ബാലകുട്ടി ഞങ്ങളുടെ സംഘം 1.5 മാസം 8ാമത്തെ വാർഡിൽ കമ്മറ്റിക്കാരേ സലാം കമ്മറ്റിക്കാരേ സലാം മരണമണിയുമായി ജനസാഗരങ്ങളെ സ്റ്റേജിൽ ചരമപുളകങ്ങളായി തീരുന്നു കമ്മറ്റിക്കാരേ സലാം അറിഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ മണ്ട തരം നിറഞ്ഞൊരു കഥയില്ല അറിഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ മണ്ട തരം നിറഞ്ഞൊരു കഥയില്ല വരുന്നു ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൈകൊണ്ടു തീരാനായി വരുന്നു ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കൈകൊണ്ടു തീരാനായി രാവണനായി ഹനുമാനായി വാളും വരികെ കുന്തവുമായി രാവണനായി ഹനുമാനായി വാളും വരികെ കുന്തവുമായി ഞങ്ങൾ വരുന്നു നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ അന്ത്യം നിങ്ങളുടെ കൈകൊണ്ടാണേ ഞങ്ങൾ വരുന്നു നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ അന്ത്യം നിങ്ങളുടെ കൈകൊണ്ടാണേ കമ്മറ്റിക്കാരേ സലാം കമ്മറ്റിക്കാരേ സലാം മരണമണിയുമായി ജനസാഗരങ്ങളെ സ്റ്റേജിൽ നടി വാങ്ങുവാൻ ഓടുന്ന ഞങ്ങൾ തൻ ചരമപുളകങ്ങളായി തീരുന്നു കമ്മറ്റിക്കാരേ സലാം കമ്മറ്റിക്കാരേ സലാം എന്താടാ? ഇന്നും ബാല് പൊളിച്ചാശാന് എങ്ങനെ? ഹനുമാൻ ചെയ്ത സുലൈമാൻ ഉണ്ടല്ലോ ഹനുമാന്റെ വേഷത്തിൽ ഇങ്ങോട്ട് വന്നപ്പോ സിംഹവാലം കൊരകാതെ പറഞ്ഞ് ഫോറസ്റ്റുകാര് പൊക്കിക്കൊണ്ട് പോയാച്ചാന് എടാ, ബാലെ പൊളിഞ്ഞെടാ. പൊളിഞ്ഞ്. എല്ലാരും ഓടിക്കോ. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് ഓടിക്കോ. ആശാന് ആശാനല്ലേ പറഞ്ഞ പടിഞ്ഞാട്ട് ഓടുന്നത് അറബിക്കടലാണെന്ന് എടാ, അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാ കമ്മിറ്റിക്കാര് തന്നെ കൊല്ലും. ഇതാകുമ്പോ ചാവാൻ നേരത്തെ ഇച്ചിരി വെള്ളവും കൂടി കുടിച്ച് ചാവാല്ലേ. എല്ലാരും കടലിലോട്ട് ചാടിക്കോ. ആശാന്റെ മോളില്ലേ നമ്മുടെ ലൈറ്റ് വെട്ടി പോയി എടുത്തോണ്ട് വാടാ. ഡാഡി, ഡാഡി, മമ്മി, മമ്മി,
അപ്പൂപ്പനോട് കട്ടിലിനടിയിലോ മേശയുടെ കുളിമുറിയിലോ എവിടെയെങ്കിലും പോയി വിളിക്കാൻ പറ. അതെന്തിനാടാ? എന്റെ സ്കൂളിലെ ഹെഡ് മാഷ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന് നീയല്ലേ മടി പിടിച്ച് സ്കൂളിൽ പോകണ്ടിരുന്നേ, അതിന് അപ്പൂപ്പൻ എന്തിനാടാ വിളിക്കണേ? ഈ അപ്പൂപ്പൻ ചത്തെന്ന് കള്ളം പറഞ്ഞ ഞാൻ ഇന്ന് സ്കൂളിൽ പോയിരുന്നത്. അമ്മടാ. അയ്യോ ഇതെന്താ കവിളത്തൊരു പാട്? അതാ രാജു തല്ലിയതോ. രാജു എന്തിനാടാ നിന്നെ തല്ലിയത്? വല്ല കുരുത്തക്കേട് കാണിച്ചു കാണുമല്ലേ? ഞാൻ എന്നിട്ട് രണ്ട് കൊടുക്കട്ടെ ഡാഡി? ഏയ് നീ ഒന്നും ചെയ്യണ്ട. എന്നാ ഞാൻ കല്ലെടുത്തറിയും. എടാ നീ ഒന്നും ചെയ്യണ്ടാന്ന്. എന്നാക്ക് മാന്തി പറിക്കാം. എടാ നിന്നോട് പറഞ്ഞില്ലേ നീ ഒന്നും ചെയ്യണ്ട. നീ നേരെ ചെന്ന് ഹെഡ് മാസ്റ്റർ അടുത്ത് വിവരം പറഞ്ഞാൽ മതി, അദ്ദേഹം ഇതിനൊരു പരിഹാരം കണ്ടോളും. ഡാഡി ഇപ്പൊ പറഞ്ഞ ഹെഡ് മാഷാ എന്നിട്ടല്ലേ രാജു? അതൊക്കെ പോട്ടെ, ഹെഡ് മാസ്റ്റർ എന്തിനാ നിന്നെ തല്ലിയത്? മാഷ് ഒരു ചോദിച്ചു, ആർക്കൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ശരി ഉത്തരം പറഞ്ഞു, അതിനാ മാഷിനെ തല്ലിയത്. ശരി ഉത്തരം പറഞ്ഞതിന് തല്ലേ? ആട്ടെ, എന്ത് ചോദ്യമാ ചോദിച്ചത്? സ്കൂൾ ബസിന്റെ ചില്ലറിന് പൊട്ടിച്ചത് ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാണ്. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ പരീക്ഷ പേപ്പർ കിട്ടിയോ? ദേ ഞാനൊരു കാര്യം പറയാം, ഈ പരീക്ഷയിലെങ്ങാൻ നീ തോറ്റെന്ന് ഞാൻ അറിഞ്ഞ എന്നെ പിന്നെ നീ ഡാഡീന്ന് വിളിക്കണ്ട. പറയടാ, ജയിച്ചോടാ നീ. എന്റെ പൊന്നളിയോ, എല്ലാത്തിനും പൊട്ടിപ്പോയി. പിന്നെ ഒരു വിഷയത്തിന് മാത്രം ഞാൻ ജയിച്ചു. ഏത് വിഷയത്തില്? കണക്കിന്. അതെങ്ങനെയാണ് നീ കണക്കിന് മാത്രം ജയിച്ചത്? സുഖമായിട്ട് കോപ്പി അടിച്ചു. അപ്പൊ ക്ലാസ്സിൽ സാറൊന്നുമില്ലേ? ആദ്യം സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് എനിക്ക് കോപ്പി അടിക്കാനേ പറ്റിയില്ല. അവസാനം ഒരു തുണ്ട് പേപ്പറിൽ ഒരു കുറിപ്പ് എഴുതി ഞാൻ സാറിന് കൊടുത്തു. അത് വായിച്ചു നോക്കിയതും സാർ കസേരച്ചെന്നൊരു ഒറ്റയിരിപ്പ്. പിന്നെ അവിടെ നിന്നിട്ടില്ല. ഞാൻ സുഖമായിട്ട് കോപ്പി അടിച്ചു. നീ സാറിന് എന്തോ എഴുതി കൊടുത്തത്? സാറിന്റെ പാന്റിന്റെ മൂട് കീറിയെന്ന്. ഇവനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. കുറെ ചോദ്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. ഇവന് എന്തൊക്കെ അറിയാവുന്ന നമുക്കൊന്ന് നോക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. കണ്ണ് കാണാത്തവരെ നമ്മൾ അന്ധന്മാരെന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ചെവി കേൾക്കാത്തവരെന്ത് വിളിക്കും? എന്തും വിളിക്കാം. അതെന്താടാ? അവർക്ക് ചെവി കേൾക്കത്തില്ലല്ലോ. ഇനി അടുത്ത ചോദ്യം മലയാളത്തിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. കാലം പറയുക. സുമതി രമേശിന്റെ കൂടെ ഒളിച്ചോടി. എന്ത് കാലം? രമേശിന്റെ കഷ്ടകാലം. പര്യായം പറയുക. കാളയുടെ പര്യായം പറഞ്ഞേ. പശുവിന്റെ മാപ്പിള. കുരുത്തം കെട്ടവൻ. വെറുതെ അല്ലടാ നീ പരീക്ഷയ്ക്ക് തോറ്റത്. എടാ ക്ലാസ്സിലെ ടീച്ചറിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ നിനക്ക് മാർക്ക് കുറയുന്നത്. എന്നിട്ട് ടീച്ചർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്തു പറഞ്ഞു? ഞാൻ ടീച്ചറെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു. എടാ നീ ട്രെയിൻ കണ്ടിട്ടുണ്ടോടാ? കണ്ടിട്ടുണ്ട്. ഈ ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്തുകൊണ്ടാണ് ട്രെയിനിന്റെ ഏറ്റവും പിറകുവശത്ത് സ്ഥാപിച്ചിരിക്കുന്നത്? ട്രെയിനിന്റെ മുമ്പിൽ എന്താ? എഞ്ചിനാണ്. അതിന്റെ ശബ്ദം എങ്ങനാ? ഭയങ്കര കലവിലെ ശബ്ദമല്ലേ? ഇതേ ശബ്ദം തന്നെ ട്രെയിനിന്റെ പുറകിലും വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ലേഡീസ് കമ്പാർട്ട്മെന്റ് പുറകിലിരിക്കുന്നത്. ഇപ്പോഴാണ് നീ എന്റെ മോനായത്. അല്ല മമ്മി, അപ്പുറത്തെ വീട്ടിലെ റോസി ആന്റിയുടെ ഗ്യാസ് തീർന്നു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അല്ല, റോസി ആന്റി ഡാഡിയോട് പറയുന്നത് കേട്ടു, ആ പരിപ്പ് ഈ കലത്തില് വേവൂല. എങ്ങനെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുളക്കടവിലെ മീനുകൾ എന്തുകൊണ്ടാണ് ഇടക്കിടക്ക് തലയെത്തിച്ച് നോക്കുന്നത്? കുളിസീൻ കാണാൻ. എടാ പൊട്ട, ശ്വാസോച്ഛ്വാസം ചെയ്യാൻ. അംഗവും കാണാം, താളിയോടിക്കാം. അനാവശ്യം പറയുന്നോടാ, അനാവശ്യം പറയും. അല്ലെങ്കിൽ ഞാൻ ഡാഡിയോട് പിണക്കവാ. അതെന്താടാ? ഇപ്പൊ ഡാഡി എനിക്ക് ഉമ്മ തരാറേ ഇല്ല. ആച്ചോടാ. എടാ ഡുണ്ടു, നീ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? UKG. ആ, നീ UKG-യിൽ നല്ല മാർക്കോട് കൂടി പാസ്സായി പഠിച്ച് 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 +2 ഒക്കെ കഴിയുമ്പോ ഡാഡി മോന് കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ തരും. പിന്നെ സ്കൂള് പോലും കണ്ടിട്ടില്ലാത്ത ഇവിടുത്തെ വേലക്കാരിക്ക് ഡാഡി എന്തോരം ഉമ്മ കൊടുക്കുന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ സതിയും ചതിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഭർത്താവിന്റെ ചിതയിലേക്ക് ചാടി മരിക്കുന്നതിന് സതി എന്ന് പറയും. കറക്റ്റ്. അപ്പൊ ചതിയോ? ഭർത്താവ് ഇങ്ങനെ തടിപടി പോലെ നിൽക്കുമ്പോൾ ഭാര്യ മറ്റൊരുത്തന്നെ കൂടി ചാടുന്നതിന് ചതി എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഡാഡി അവയവങ്ങളെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. കണ്ണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? കാണാൻ. ചെവി നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? കേൾക്കാൻ. മൂക്ക് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? മൂക്കാൻ. അല്ല, ശ്വസിക്കാൻ. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ പൊക്കിളിന്റെ ഉപയോഗം എന്ത്? പറ. മനസ്സിലായി ഡാഡി. എന്നാൽ ഞാൻ ഡാഡിനെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. അയ്യേ, എടാ പേപ്പട്ടി കടിക്കുമ്പോ കുത്തിവെക്കാൻ. അതായിരുന്നു ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഓ, തുടങ്ങി. ഞാൻ ഈ പഠിത്തമൊക്കെ നിർത്തുവല്ല, ജോലിക്കും പോയല്ലോ എന്ന് ആലോചിക്കുക. പിന്നെ UKG പഠിക്കുന്ന നിനക്ക് എന്ത് ജോലി കിട്ടാനാ? LKG പിള്ളേർക്ക് ട്യൂഷൻ എടുത്താൽ എന്താ പുളിക്കുക? എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി. ദേട്ടുണ്ടു, ഇവിടെ ഇരുന്ന് ശരിക്ക് പഠിച്ചോണം. വൈകിട്ട് വന്നിട്ട് ഡാഡി ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കേ? ഓക്കേ ഡാഡി. ദേ മമ്മി, ഇത്ര കായ സ്ഥിതിക്ക് ഞാൻ ഡീസന്റ് ആകാൻ പോവാ. അകത്തെ മുറിയിരുന്ന് ഞാൻ പഠിക്കാൻ പോവാ. എന്റെ പൊന്നു മുത്തേ, നിന്റെ കെട്ടിയോൻ പോയോ? കെട്ടിയോൻ പോയി, പക്ഷെ ഡുണ്ടുമോൻ അകത്തുണ്ട്. എടി നീ പേടിക്കണ്ട, അവനെ ഒതുക്കാനുള്ളൊരു ബുദ്ധി എന്റെ കയ്യിലുണ്ട്. ഡുണ്ടു, എടാ ഡുണ്ടു മോനെ. ഹായ് അങ്കിളോ. മോനെ,
നിനക്ക് കണക്കിന് എത്ര മാർക്കുണ്ടാ? ഞാൻ ആകപ്പാടെ പാസ്സായത് കണക്കിലാണ്. ആ, നീ പാസ്സായ പോരാ, നല്ല മാർക്ക് മേടിക്കണം. അതിന് അങ്കിൾ ഒരു ബുദ്ധി പറഞ്ഞുതരാം. എന്ത് ബുദ്ധി അങ്കിളെ? മോൻ താഴെ റോഡിൽ പോയി 50 കാർ എണ്ണീട്ട് തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വരുമ്പോ അങ്കിള് നിനക്കൊരു സമ്മാനം തരും. ഓക്കേ അങ്കിളെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഡെയ്സി, എന്താ സണ്ണിച്ചായ? എന്റെ ഡെയ്സി, ഈ കുഗ്രാമത്തിലൂടെ 50 കാർ എണ്ണി തിരിച്ചു വരുമ്പോഴത്തേക്കും 3 മണിക്കൂറെങ്കിലും എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാടി. എന്റെ ഡെയ്സി, ഒന്ന് വിട് സണ്ണിച്ചായ. നാശം പിടിക്കാൻ മക്കളെ. കണ്ട എന്താ എന്റെ മോനെ, നീ 5 മിനിറ്റ് കൊണ്ട് 50 കാറും ഇത്ര പെട്ടെന്ന് എണ്ണി തീർത്തോടാ? തീർത്തു അങ്കിളെ. ഇന്ന് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ തോമാച്ചന്റെ മകളുടെ കല്യാണം വരുന്നു. 50 കാറല്ലേ നേരം അങ്ങോട്ട് പോയത്. ഒറ്റടിക്കാൻ എണ്ണി തീർത്തു. അവനെ വെട്ടി മൂടാൻ കല്യാണം നടത്താൻ പറ്റിയ ഒരു സമയേ. പിന്നെ അങ്കിളെ, നേരെ കാണുന്ന അങ്കിളുടെ വീട്ടിലും ഇതുപോലെ എന്തോ ഒരു അരികട തെറ്റപ്പ് നടപ്പുണ്ട്. എന്റെ വീട്ടിലോ? അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അങ്കിളുടെ മോനും എന്നെ പോലെ റോട്ടിലിറങ്ങുന്ന ബസ് എണ്ണിക്കൊണ്ടിരിക്കുവോ? എടി വഞ്ചകി. നിങ്ങൾക്ക് എവർക്കും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് ഊഷ്മളമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കഥ നടക്കുന്നത് അമേരിക്കയിലാണ്, അല്ല ആഫ്രിക്കയിലാണ്, അല്ല അന്റാർട്ടിക്കയിലാണ്. പക്ഷെ നമ്മുടെ കഥ നടക്കുന്നത് പ്രശാന്ത സുന്ദരമായാണ് നമ്മുടെ ആ കൊച്ചു കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിലോ, ഇതു കഥയാ, പുത്തൻ കഥയാ. പണ്ടു കടലിലേക്കൊരു മുനി കോടാലി എറിഞ്ഞപ്പോഴുണ്ടായ നാടിന്റെ കഥയാ. നല്ല കഥയാ, കടങ്കഥയാ. ഗതികെട്ട നാടിന്റെ കഥയാ, എന്നും കടമുള്ള നാടിന്റെ കഥയാ. നേതാക്കന്മാർ പലരും ചേർന്നൊരുപോലെ കുളമാക്കി തകർത്തൊരു നാടിന്റെ കഥയാ. നല്ല കഥയാ, കടങ്കഥയാ. വാണിഭവും പീഡനവും ഹോബിയാക്കിയ നാട്. വിതുര സൂര്യനെല്ലി പറവൂര് കോഴിക്കോട്. ആദ്യം പെമ്പിള്ളേര് കുടുങ്ങി, പിന്നെ വമ്പന്മാരെ കുടുക്കി. സീരിയൽ എന്നൊരു പേരിൽ വാണിഭം പലരും ബിസിനസ്സാക്കി. പീഡനത്തിന്റെ നാട്. ഗുണ്ടകളി കേരളത്തിൽ കണ്ടു കാണിച്ചു. അവരുടെ സ്റ്റണ്ടുകളോ നാട്ടുകാര് കണ്ടു വിറച്ചു. എല്ലുപോലെ ഇരിക്കുന്നോനും വെല്ലു വിളിച്ചു തണ്ട് കാട്ടും. ചോദിക്കുവാൻ ആരുമില്ലാതായി പോയ നാട് കേരള നാട്, ഗുണ്ടാപ്പണിയുടെ നാട്. ടൂറിസത്തിൻ പേരിൽ നാട്ടിലുണ്ടു തട്ടിപ്പുകൾ. ആ കഥകൾ ചേട്ടനൊന്നു കേൾക്കണം. തട്ടിക്കൂട്ടു കഥകളി ഉടായിപ്പ് മസാജിങ്ങും കാണിച്ച് കാശ് വിടുങ്ങുന്നേ. അയ്യോ, നിങ്ങളടിക്കറിയിരുന്നോർക്കണം. ദൈവത്തിൻ നാട് ഇന്ന് ചെകുത്താന്റെ നാട് പോലെ മാറിപ്പോയതിൽ ഇന്നില്ലൊരത്ഭുതം. കേരളം കണ്ടാൽ കോവളം, പക്ഷേ ഇന്ന് നാട്ടില് ജീവിക്കുവാനൊരു മാർഗം പോലും ഇല്ലാതെയായി. ഒരു നേരം വയറു നിറച്ചിടുവാൻ തമിഴ്നാടിനെ നമ്മൾ നമ്പിടണം. തമിഴ്നാടിനെ നമ്മൾ നമ്പിടണം. എന്തു ഗതിയാ. അങ്ങനെയുള്ള നമ്മുടെ ആ കൊച്ചു കേരളത്തിന്റെ കഥ പറയാനെത്തുന്നത് ആരാണെന്ന് അറിയണ്ടേ? ഒരു വിദൂഷകൻ. എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ വിദൂഷകൻ. എന്ത് കണ്ടാലും ഉള്ളതുപോലെ അങ്ങ് പറയും. നാരായണ നാരായണ. ഇവിടെ കണ്ടത് അവിടെ ചെന്ന് പറഞ്ഞ് അവരെയും ഇവരെയും ഏഷണിയിലൂടെ തല്ലുപിടിപ്പിക്കുന്ന ആ ആളല്ല ഞാൻ. കണ്ണിൽ കണ്ട കാര്യങ്ങൾ ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് അതിശയോക്തിയോടെ അവതരിപ്പിക്കുന്ന ആളുമല്ല. പിന്നെ ഞാനാരാ? നന്മ മാത്രം ലക്ഷ്യമാക്കി കാര്യങ്ങൾ തുറന്നു പറയുന്ന വിദൂഷകൻ. ഇന്നു ഞാൻ പറയാൻ പോകുന്നത് കേരളത്തെ കുറിച്ചാണ്.
പണ്ടത്തെ പോലെ ചോർന്നൊലിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഓടുന്ന കേരളമല്ല ഇന്ന്. പനി, ചുമ, വയറുവേദന, ഏതസുഖം വന്നാലും ഒരേ മരുന്ന് മാത്രം കൊടുക്കുന്ന പഴയ സർക്കാർ ആശുപത്രികളെ മാത്രം ആശ്രയിച്ചിരുന്ന ജനങ്ങളുടെ കേരളമല്ല ഇന്ന്. കല്ലും മണ്ണും നിറഞ്ഞ നാറിയ റേഷനരി മാത്രം ആശ്രയിച്ചിരുന്ന ജനങ്ങളുടെ പഴയ കേരളവുമല്ല ഇന്ന്. പിന്നെയോ, ഇന്ന് കേരളം വിവാദങ്ങളുടെ നാടാണ്. വിവാദം വിവാദം വിവാദം. ഹൈ ഹൈ, ഇതാരാ വരുന്നതെന്ന് നോക്കൂ. പിന്നെ ആകെ ഒരു ആശ്വാസം ജനങ്ങളിലേക്ക് ആത്മീയത പകർന്നു കൊടുക്കുന്ന ഇതുപോലുള്ള സ്വാമിമാരെ കാണുമ്പോഴാ. പക്ഷേ എന്തു ചെയ്യാൻ, ഈ ആത്മീയതയൊക്കെ ഇപ്പോൾ ലൈംഗികതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ എല്ലാ സ്വാമിമാരും അങ്ങനെയല്ല കേട്ടോ. നല്ല നല്ല സ്വാമിമാർക്ക് പോലും പേരുദോഷമുണ്ടാക്കുന്ന ഇതുപോലുള്ള കപട സന്യാസിമാരെ നമ്മൾ തിരിച്ചറിയണം. പീഡനക്കാലം 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 ഹോയ്. എട്ടും പൊട്ടും തിരിയാ കുട്ടികൾക്ക് പോലും നാട്ടിലിന്നു പീഡനക്കാലം. വടികൊത്തി കൊത്തി പാതും മുത്യമ്മയ്ക്ക് പോലും നാട്ടിലിന്നു പീഡനക്കാലം. പത്രത്തിലും പീഡനക്കാര്യം, TV തുറന്നാലും പീഡനം മാത്രം. അയ്യോ നാട്ടില് പീഡനക്കാലം. എങ്ങനെ പീഡിപ്പിക്കാതിരിക്കും? അത്തരത്തിലല്ലേ നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രധാരണം. അതിനവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളെ നല്ല രീതിയിൽ വളർത്താൻ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. പണ്ട് ഉത്തരേന്ത്യയിൽ നിന്നും വന്ന മാന്യമായ വേഷമായ ചുരിദാറിനെ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ മാനഭംഗപ്പെടുത്തി. അതിന്റെ കൈവെട്ടി സ്ലീവ്ലെസ് ആക്കുകയും ലൂസായ പാൻസിനെ ഇങ്ങനെ ടൈറ്റ് ചെയ്യുകയും സൈഡിലെ വെട്ട ഇങ്ങനെ മുകളിലേക്ക് കയറ്റുകയും ഷാളെടുത്ത് ചുരുട്ടി ചുരുട്ടി കയറ് പോലെയാക്കി ഇങ്ങനെ ഇടുകയും ചെയ്തുകൊണ്ട് അവർ ഇതിനെ ഒരു മോശമായ വേഷമാക്കി മാറ്റി. ഇങ്ങനെ ചുരുങ്ങി 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 വരുന്നത് കൊണ്ടാണോ ആവോ ഇതിന് ചുരിദാർ എന്ന പേര് വന്നത്. ഇങ്ങനെ കോലം കെട്ടി നടക്കുന്ന പെണ്ണുങ്ങളെ നമ്മൾ ആണുങ്ങൾ അറിയാതെ ഒന്ന് നോക്കിപ്പോയാലോ പിന്നെ നമുക്കില്ലാത്ത കുറ്റമില്ല. അതെ, എന്താ സുഹൃത്തെ ഒരു മനപ്രയാസം പോലെ? ഓ, എങ്ങനെ മനപ്രയാസം ഇല്ലാതിരിക്കും? കെട്ടിക്കാറായ 3 പെൺമക്കളാണ് എനിക്കുള്ളത്. കല്യാണം നടത്താൻ യാതൊരു മാർഗവുമില്ലെന്നേ. ഓഹോ, അങ്ങനെയാണോ? നാ ഇതങ്ങോട്ട് പിടിക്കുക, ഇതും പിടിക്കുക, ഇതും കൂടി അങ്ങോട്ട് പിടിക്കുക. ഇതെന്താ 3 മൊബൈൽ ഫോണോ? അതെ, ഇത് 3 പെൺമക്കൾക്കും അങ്ങോട്ട് കൊടുക്കുക. 3 മാസത്തിനുള്ളിൽ അവർ തന്നെ ഓരോ ഭർത്താക്കന്മാരെ കണ്ടുപിടിച്ച് അവരോടൊപ്പം പോയിക്കോളും. നിങ്ങൾക്കാണെങ്കിൽ 5 പൈസ ചെലവുമില്ല. സന്തോഷമായി. കണ്ടില്ലേ, ഒരു ഉപായം പറഞ്ഞു കൊടുത്തപ്പോ പുള്ളിക്കാരന്റെ ഒരു സന്തോഷം. അതെ, ഒരു മൊബൈൽ ഫോൺ കൂടി എടുക്കാൻ കാണൂ. ഇനി എന്തിനാ ഒന്നുകൂടി? എന്റെ ഭാര്യയ്ക്കും കൂടെ ഒന്ന് കൊടുക്കാനാ. കണ്ടില്ലേ, കിട്ടിയ അവസരം അയാൾ ശരിക്കും ഉപയോഗിച്ചത്. ഇയാളിങ്ങനെയാണെങ്കിൽ ഇനി ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? സുഹൃത്തുക്കളെ, ഒരു പൗരന്റെ അടിസ്ഥാന സ്വഭാവം രൂപപ്പെടുത്തുന്നത് അവന്റെ കുടുംബമാണ്. കുടുംബം. എന്റെ കർത്താവേ, അങ്ങനെ നേരം വെളുത്ത് ഇന്ന് പ്രശ്നങ്ങളും ദുരിതങ്ങളും പൊല്ലാപ്പൊന്നും ഇല്ലാത്ത ഒരു നല്ല ദിവസമായിരിക്കണേ. നാളെയാണ് 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 നാളെയാണ്. കാലത്തന്നെ ഭാഗ്യദേവതയെ പോലെ ലോട്ടറിക്കാരെത്തി. നാളെയാണ് 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 ഹർത്താൽ. കേരളത്തിലെ വൻ വിലക്കയറ്റത്തിനെതിരെ നാളെയാണ് ഹർത്താൽ, നാളെയാണ് ഹർത്താൽ. ദാണ്ട പിന്നെ ഹർത്താല്. ഇന്നലെ ഹർത്താലായിരുന്നു, നാളെ ഹർത്താൽ. ഭാഗ്യം ഇന്നൊരു ദിവസം ഗ്യാപ്പ് കിട്ടിയല്ലോ. വിലക്കയറ്റം പിടിച്ചു നിർത്തുക. പെട്രോൾ ഡീസൽ വില വർധന പിൻവലിക്കുക. മനുഷ്യർ ബഹളം കേട്ടത്? അത് ജാഥയാ. ഇന്നലെ ഒരു ഹർത്താല്, നാളെ ഒരു ഹർത്താല്. ഇന്ന് ഒരു ദിവസം സ്വസ്ഥാന്ന് കരുതിയതാ, അത് ജാഥക്കാരും കൊണ്ടുപോയി. അത് ശരി, അപ്പൊ ഇതെന്തിന്റെ ജാഥയാ? വഴിയരികിൽ വലിയൊരു ജാഥ, വിലക്കയറ്റം തടയാൻ ജാഥ. വഴിയരികിൽ വലിയൊരു ജാഥ, വിലക്കയറ്റം തടയാൻ ജാഥ. ഇന്നിപ്പം നാട്ടിൽ പതിവ് കാഴ്ചയാ. പെട്രോൾ വില കൂടിയപ്പോൾ ഹർത്താൽ നടത്തി. ഹർത്താലിന്റെ പേരിൽ കുറെ നഷ്ടം വരുത്തി. വില ഇപ്പം കുറയുന്നു ജനം കൊതിച്ചു. ഹർത്താൽ നഷ്ടം തീർക്കാൻ വില വീണ്ടും കുതിച്ചു. പാവപ്പെട്ട ജനങ്ങളെ പള്ളക്കടിച്ചു. നിങ്ങൾ ഇങ്ങനെ ജാഥയെ നോക്കി നിൽക്കാതെ വന്ന് വല്ലതും കഴിക്കാൻ നോക്കിക്കേ. എന്റെ പൊന്നെ, എനിക്ക് ഇവിടുത്തെ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ടേ. ഞാൻ വല്ല ഹോട്ടലിൽ ചെന്ന് കഴിച്ചോളാം. മോനെ പട്ടിയടാ
പറ്റി. അപ്പച്ചന് എന്ത് പറ്റിയെന്നാ? എനിക്കൊന്നും പറ്റിയില്ല. ഈ ബർമുടയും ബനിയനും നിന്റെ പേരില് സുധാകരന്റെ കടയെന്ന് പറ്റിയെന്നാ ഞാൻ പറഞ്ഞത്. ഓ ചോകാൻ വേണ്ടി കുഴിയിലേക്ക് കാടുന്നിട്ടിരിക്കുമ്പോഴാ കിളവന്റെ ഒരു ബെർമുടയും ബനിയനും. അധികം വിളച്ചിലെടുത്താലേ എന്റെ മോന്റെ ഭാര്യയാണെന്നൊന്നും ഞാൻ നോക്കൂല. അല്ലെങ്കിലും ആ കണ്ണോട് കൂടിയൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ നോക്കുന്നത്. നീ ബോഡിയെ പടന്ന്. അപ്പച്ചന് ഇപ്പൊ എന്താ വേണ്ടേ? എനിക്കൊരു ലാപ്ടോപ്പ് വേണം. എന്തിന്? ഈ ലാപ്ടോപ്പ് കിട്ടിയിട്ട് വേണം എനിക്ക് ഇന്റർനെറ്റ് കണക്ഷൻ എടുത്ത് പെമ്പിള്ളരുമായിട്ട് ചാറ്റ് ചെയ്യാൻ. വയസ്സ് കാലത്ത് പെമ്പിള്ളാരുമായിട്ട് ചാറ്റിങ്. അതിനെ ലാപ്ടോപ്പ് മേടിച്ച് കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല. ആ റോഡിലോട്ട് അങ്ങോട്ട് ഇറങ്ങി നിന്നാ മതി. ഒന്ന് ബോഡി എവിടെന്ന് ഇന്റർനെറ്റിൽ കൂടി ചാറ്റ് ചെയ്യുമ്പോ പരസ്പരം കാണാൻ പറ്റാത്തോണ്ട് എന്റെ പ്രായം അവർക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഈ വയസ്സാം കാലത്തും അപ്പൻ എന്താപ്പ ഇത്ര പെടപ്പ്? പണ്ടു നമ്മുടെ മലയാള നാടിനെ കോരിത്തരിപ്പിച്ച ഷക്കീലയും മറിയരേസ്മ സിന്ധുവും സജിനിയും പോയി മറഞ്ഞു. അങ്ങനുള്ളൊരു കാലം പോയി, ഇന്റർനെറ്റിന്റെ കാലം വന്നു. എന്ത് തരികിട പണികൾ ചെയ്യാനും ഇന്റർനെറ്റുണ്ടേ. കുത്തിയിരുന്നിട്ട് ചാറ്റു നടത്താം, പെമ്പിള്ളേരെ വെട്ടിൽ വിടാം. ഇന്ന് നടക്കണ പ്രേമത്തിൻ പകുതിയും നെറ്റ് വഴിയാ. അയ്യോ, പറഞ്ഞത് പോലെ എനിക്ക് ചാറ്റ് ചെയ്യാനുള്ള നേരമായി. മാറിക്കേ മാറിക്കേ മാറിക്കേ. ഹായ് സാർ, ഹായ് മാഡം, ഹായ് ജെന്റിൽമാൻ. കണ്ടില്ലേ വരവ് കണ്ടില്ലേ? കണ്ടാ വിചാരിക്കും ഇവിടുത്തെ കൊച്ചപ്പയാണെന്ന്. പക്ഷെ ആരാ? വേലക്കാരി. വേലക്കാരി എന്ന് എന്നെ വിളിക്കരുത്. അതൊക്കെ പണ്ട്. ഇന്ന് ഹോം നേഴ്സ്. ഒരു ഹോം നേഴ്സ്. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ ഇന്റർനെറ്റിൽ ചാറ്റ് ചെയ്തിരുന്ന സമയം പോയത് അറിഞ്ഞില്ല മാഡം. ഒരു വേലക്കാരി. കൊച്ചമ്മ ഇവിടെ ഇല്ലാത്തപ്പോഴേ ഇങ്ങരുടെ സ്വഭാവം തീരെ ശരിയല്ലെന്നേ. എന്താന്ന്? ഞാൻ നിന്നെടുത്തൊക്കെ എനിക്ക് ഈ സൗന്ദര്യം ഒരുപാട് പ്രാവശ്യം ശാപമായിട്ടുണ്ട് കൊച്ചമ്മ, ശാപമായിട്ടുണ്ട്. ദൈവമേ, എനിക്ക് എന്തിനീ സൗന്ദര്യം വാരിക്കോരി തന്നു? നിർത്ത്. നിന്നെ പോലുള്ള തലതെറിച്ച പെണ്ണുങ്ങളാടി ഈ നാടിന്റെ ശാപം. നിർത്തിക്കേ. ഇവിടെ പണിയും വേണ്ട, സഹായവും വേണ്ട. ഇനി മേലിൽ ഈ വഴിക്ക് വന്നേക്കരുത്. ഇറങ്ങി പോടി. ഇറങ്ങി വിടാൻ വരട്ടെ. എന്താ പച്ചാ? ഇവിടുത്തെ വേലക്കാരി അല്ല. 2 മാസം മുമ്പ് ഇന്റർനെറ്റിൽ ചാറ്റ് ചെയ്ത് ഞാൻ കെട്ടിയ മുത്താടാ എവള്. മോനെ, ഈ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ വല്യക്കാട്ടൊരു വലയ. അതിൽ മത്തി, അയല, സ്രാവ്, വാള, വരാല്, അങ്ങനെ പലതരത്തിലുള്ള മീനുകൾ കുരുങ്ങി കിടക്കുന്നുണ്ടാകും. അതിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങ് എടുക്കാം. അങ്ങനെ ഞാൻ തപ്പിയെടുത്ത വാള മീനാടാ ഈ നിക്കട മീനാക്ഷി. வாழ மீனுக்க விளைஞ்ச மீனுக்க கல்யாணம் அந்த சென்னாட்டுண்ணி கூட்டமெல்லாம் புகோணம். നിന്റെ രാഷ്ട്രീയക്കാരൻ ആങ്ങളെയല്ല വരുന്നത്. അളിയോ, എന്താ അളിയാ കുപ്പിയൊക്കെ ആയിട്ട്? നാളെ ഞങ്ങളുടെ പാർട്ടിയുടെ ഹർത്താലാണ്. ഇങ്ങനൊക്കെ അല്ലേ അളിയ ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റൂ. അതുകൊണ്ട് കുപ്പിയായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു. വാളിയ നമുക്ക് അടിച്ച് തകർക്കാം. എന്റെ പൊന്നളിയ, എന്തിനാ ഈ തൊട്ടേനും പിടിച്ചേനൊക്കെ ഹർത്താല്? ഇനിയെങ്കിലും ഈ ഹർത്താലൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? അളിയോ, ഈ ഹർത്താൽ എന്ന് പറഞ്ഞ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് പൊന്മുട്ട ഇടുന്ന താറാവാ. അതിനെ കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കൂല. എന്റെ പൊന്നളിയോ, നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? എന്ത്? നിരാഹാരം, പന്തം കൊളുത്തി പ്രകടനം, കരിങ്കോടി കാട്ടല്. എന്റെ അളിയോ, ഇതൊക്കെ നടത്തി വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തിറങ്ങി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഇതാകുമ്പോ നാളെ ഹർത്താൽ എന്നൊരൊറ്റ പ്രഖ്യാപനം മതി, സംഗതി ഓക്കെ. അതുകൊണ്ടല്ലേ അളിയ ഓരോരോ രാഷ്ട്രീയക്കാരും മാറി മാറി ഇങ്ങനെ ഹർത്താൽ പ്രഖ്യാപിച്ചോണ്ടിരിക്കുന്നത്. അളിയ വാളിയ നമുക്ക് ഈ ഹർത്താൽ അടിച്ചു പൊളിക്കാം. കുടിക്കാനായി ലിക്കറുണ്ട്, പൊന്നെ കഴിക്കാനായി ചിക്കനുണ്ട്, കൂടെ കൂട്ടാൻ ബീഫുമുണ്ട്. പക്ഷെ ലിക്കറിനെപ്പോഴും അച്ചാർ തന്നെ. ഈ ഹർത്താല് വന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആഘോഷിക്കും?
ഓർക്കുമ്പോൾ സന്തോഷമാ, ഒരു ഹർത്താൽ വന്നാൽ ആഘോഷമാ. ഹർത്താൽ എന്നൊരു കുന്തം കാരണം ജനം വലയൂലേ, രോഗം വന്നാൽ രോഗികള് കഷ്ടപ്പെടൂലേ, വണ്ടി കിട്ടാതെ പൊതുജനങ്ങൾ നട്ടം തിരിയൂലേ, പരീക്ഷ പോലും എഴുതാൻ കുട്ടികൾ പാടുപെടൂലേ. ജനങ്ങൾ അങ്ങനെ പാടുപെട്ടാലും നമ്മക്കെന്താണ്, രോഗികള് കാഞ്ഞു പോയാൽ നമ്മക്കെന്താണ്, കുട്ടികള് പഠിച്ചില്ലേലും നമ്മക്കെന്താണ്, എന്നും ഇങ്ങനെ ഹർത്താലും കൊണ്ട് ആഘോഷിക്കണം. തന്നത്താനേ തനെ താനേ തന്നെ താനേ തന്നെ താനേ താനേ തന്നെ താനേ തന്നെ താനേ നാനേ താനേ. കണ്ടില്ലേ, ഇപ്പൊ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഈ ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ പോലെ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുക. ഇങ്ങനെ ഹർത്താൽ നടത്തി നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയോ തരികിടതോ. ചക്കരമുക്ക് പഞ്ചായത്തിന് പാലം അനുവദിക്കുക. ചക്കരമുക്ക് പഞ്ചായത്തിന് പാലം അനുവദിക്കുക. ചക്കരമുക്ക് പഞ്ചായത്തിന് പാലം അനുവദിക്കുക. ചക്കരമുക്ക് പഞ്ചായത്തിന് പാലം അനുവദിക്കുക. ചക്കരമുക്ക് പഞ്ചായത്തിന് പാലം അനുവദിച്ചിരിക്കുന്നു. എന്നാ ചക്കരമുക്ക് പഞ്ചായത്തിന്റെ പാലം പണി പൂർത്തീകരിക്കുക. ചക്കരമുക്ക് പഞ്ചായത്തിന്റെ പാലം പണി പൂർത്തീകരിക്കുക. ചക്കരമുക്ക് പഞ്ചായത്തിലെ പാലം പണി പൂർത്തിയായിരിക്കുന്നു. എന്നാ ചക്കരമുക്ക് പഞ്ചായത്തിലെ പാലം പൊതുജനങ്ങൾക്കായി ഉടൻ തുറന്നു കൊടുക്കുക. ചക്കരമുക്ക് പാലം ഉടൻ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക. ചക്കരമുക്ക് പാലത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിച്ചിരിക്കുന്നു. എന്നാ പിടിച്ചോ അടുത്ത സമരം. ചക്കരമുക്ക് പാലത്തിന്റെ ടോൾ പിരിവ് ഉടൻ അവസാനിപ്പിക്കുക. ചക്കരമുക്ക് പാലത്തിന്റെ ടോൾ പിരിവ് ഉടൻ അവസാനിപ്പിക്കുക. ചക്കരമുക്ക് പാലത്തിന്റെ ടോൾ പിരിവ് അവസാനിപ്പിച്ചതിനാൽ 15 കോടി രൂപയുടെ നഷ്ടം ഖജനാവിന് വന്നതായി കണക്കാക്കുന്നു. പുതിയ ഐഡിയ. പ്രിയമുള്ളവരെ, ഖജനാവിലെ 15 കോടിയുടെ നഷ്ടം ഉടൻ നികത്തണമെന്ന് ആവശ്യപ്പെട്ട് നാളെ മുതൽ അനിശ്ചിതകാല ഹർത്താൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഹർത്താൽ വിജയിപ്പിക്കുക. ഹർത്താൽ വിജയിപ്പിക്കുക. ഹർത്താൽ വിജയിപ്പിക്കുക. ഹർത്താൽ വിജയിപ്പിക്കുക. സുഹൃത്തുക്കളെ, സത്യത്തിൽ നിങ്ങൾ ആരാ? ഞങ്ങൾ ഹർത്താൽ അനുകൂലികളാ. നിങ്ങൾ ഹർത്താൽ അനുകൂലികളായിരിക്കാം, പക്ഷേ പൊതുജനങ്ങളിൽ എത്ര പേർ സത്യത്തിൽ ഹർത്താലിനെ അനുകൂലിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ കഴിഞ്ഞ ഹർത്താലിന് ഒരൊറ്റ സ്ഥാപനം പോലും തുറന്നിട്ടില്ല, ഒരാൾ പോലും പുറത്തിറങ്ങിയിട്ടില്ല. അതെ, അവർ നിങ്ങളുടെ ഹർത്താലിനെ അനുകൂലിച്ചല്ല അങ്ങനെ ചെയ്തത്, നിങ്ങളെ ഭയന്നിട്ടാണ്. കഴിഞ്ഞ ഹർത്താലിൽ എത്രമാത്രം വിദ്യാർത്ഥികൾക്ക് കൃത്യസമയത്ത് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ എത്ര രോഗികൾ മരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹർത്താലിന്റെ ആക്രമണങ്ങളിൽപ്പെട്ട് എത്ര നിരപരാധികൾ ആശുപത്രിയിലായിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങളും ചിന്തിക്കണം. നിങ്ങളും ചിന്തിക്കുക. രാഷ്ട്രീയ പാർട്ടികൾ രാജ്യ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്, ജന നന്മക്ക് വേണ്ടിയുള്ളതാണ്. ചില പാർട്ടിക്കാരെ നിങ്ങളുടെ ബന്ധു കാരണം മുടിഞ്ഞു ഭാരതം, എന്തിനാണു ഹേ ഈ ദുരിതമാരണം? പാർട്ടിക്കാരെ, ചില പാർട്ടിക്കാരെ. പണി മുടക്കലല്ല, പണിയെടുക്കലായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. ഹർത്താൽ നമുക്ക് ആവശ്യമാണ്, അത് അത്യാവശ്യത്തിന് മാത്രം. ഒരു കാര്യത്തിനായി ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഹർത്താൽ നടത്തുന്നത് രാജ്യത്തിന് ആപത്ത്. അത് ശരി, പോലീസ് സ്റ്റേഷനിൽ വന്ന് സുഖിച്ചെങ്ങിരിക്കുക പൊന്നുമോൻ. ഇവിടെ വാടാ. മോഷണമാണ് നിന്റെ പണി എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെന്തിനാണ് നില കല്യാണ വീട്ടിൽ വെച്ച് നാട്ടുകാർ നില പിടിച്ച് തല്ലിയത്? എന്റെ പൊന്നു സാറേ, ഞാൻ ഈ ഇടയ്ക്ക് മോഷണമൊക്കെ നിർത്തി. ഈ കല്യാണത്തിന് പാചകത്തിന് പോകുന്ന ചെറിയ പരിപാടിയൊക്കെ എടുത്തായിരുന്നു. വെരി ഗുഡ്. ഈ ഇടയ്ക്ക് ഒരു വീട്ടിൽ ചെന്ന് പാചകത്തിനൊക്കെ ചെന്നപ്പോഴേ 25 കൂട്ടം കറിയും വെച്ച് 3 കൂട്ടം പായസം വെച്ചപ്പം അവിടുത്തെ വീട്ടുകാരും നാട്ടുകാരും കൂടി ചേർന്ന് തന്നെ തല്ലി ചതച്ചത്. എടാ, 25 കൂട്ടം കറിയും 3 കൂട്ടം പായസം വെച്ചിട്ട് എന്തിനാടാ നിന്റെ നാട്ടുകാർ പിടിച്ച് തല്ലിയത്? ഇതൊക്കെ വെക്കുന്ന തിരക്കില്ലേ ചോറ് വെക്കാൻ മറന്നുപോയി. അപ്പൊ നിന്നെ തല്ലല്ല കൊല്ലല്ല വേണ്ട. എടാ, ഇവിടുത്തെ SI ആരാ നിനക്കറിയോ? ഇല്ല. മിന്നലാടാ, മിന്നല്. ആഹാ, മിന്നല് മാത്രമേ ഉള്ളൂ, അപ്പൊ ഇടിയൊന്നും ഇല്ലല്ലേ? ഇടി ഇല്ലേതാ? കൊണ്ടാ. ഒരു SI വന്നിട്ട് പോലീസുകാരൻ വലിയ ബഹുമാനം ഉണ്ടോ?
കൊല്ലാൻ കയ്യോർത്തിയല്ല, സല്യൂട്ട് ചെയ്തല്ലേ. ആണോ? അതെ. എടാ എന്റെ ഇളയ ചെറുക്കൻ എന്നെ അടിച്ചിട്ട് പിന്നെ ആര് കൈ പൊക്കിയാലും എനിക്ക് ഭയങ്കര പേടിയാന്നേ. അത് ശരി, ഇളയ ചെറുക്കൻ അടിച്ചു. അതൊക്കെ എന്റെ ചെറുക്കനായിരിക്കണം. അവനൊക്കെ അങ്ങനെ ചെയ്താൽ അടിച്ച് ഞാൻ അവന്റെ പല്ലി അടിക്കും. പിള്ളേരെ അടിക്കരുത്. ഇങ്ങുള്ള ചെറിയ കാര്യങ്ങൾക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ തല്ലരുത്. സോറി സാർ. കൊച്ചു കുഞ്ഞുങ്ങളെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ സാർ പറയണേ? കൊട്ടേഷൻ 10-3 കൊടുത്ത് അവർ ഒന്ന് കൊച്ചിന്റെ കയ്യോ കാലോ വെട്ടിക്കൊണ്ടു പോകും. നമ്മൾ എന്തിനാ പിള്ളേരെ അടിക്കുന്നത്? നമ്മള് പിള്ളേരെ അടിക്കേണ്ട കാര്യമില്ല. കണ്ടോ വന്ന് കയറിയില്ല, ഒരു ഒറ്റ നമ്പർ ഉണ്ട്, ലോകം മൊത്തം കൊടുത്തേക്കുവാ. ഹലോ ഹലോ, എന്തോ പോലീസ് സ്റ്റേഷനാണോ? എന്റെ അമ്മേടാന്ന് സാറേ. ഒരാൾ എന്റെ മൊബൈലിൽ വിളിച്ചിട്ട് അജന്ത ലോഡ്ജിലേക്ക് വന്ന് പറഞ്ഞ് ശല്യം ചെയ്യുമോ സാറേ? ആണോ? പെങ്ങളൊരു കാര്യം ചെയ്യ്, അവന്റെ ഡീറ്റെയിൽ ഇടിച്ചവനെ നട്ടലിയാവൂരാം. ഇടിക്കൊന്നും വേണ്ട. പിന്നെന്തോ അജന്താലോടത്തിലേക്ക് പോകാനുള്ള വഴിയൊന്ന് പറഞ്ഞു തന്നാ മതിയേ. അവള് പറഞ്ഞു കേട്ടോ, ലോഡ്ജിലോട്ടുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാന്. കോൺസ്റ്റബിളേ, എന്താ സാറേ? ഈ സൗണ്ട് കേട്ടിട്ട് എന്റെ ഭാര്യയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ. അത് ഞാൻ സമ്മതിക്കും. സാറിന്റെ ഭാര്യ അജന്ത ലോഡ്ജിലേക്കുള്ള വഴി കറക്റ്റായിട്ട് അറിയാം. നമ്മളെ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിലുള്ള തെങ്ങ് കയറി തേങ്ങ മോഷ്ടിച്ച കള്ളനാ. ഏത് നമ്മുടെ സ്റ്റേഷന്റെ ഫ്രണ്ടിലെ തെങ്ങിൽ കയറി ഇവൻ തേങ്ങ മോട്ടിച്ചു. അതും ഞാൻ എസ് ഐ ആയിരിക്കുന്ന സ്റ്റേഷന്റെ ഫ്രണ്ടിലെ തെങ്ങിൽ കയറി ഇവൻ തേങ്ങ മോട്ടിച്ചു. പോലീസ് സ്റ്റേഷനിൽ കയറി തേങ്ങ മോട്ടിക്കും. പോലീസ് സ്റ്റേഷനിൽ ഇത് തറവാടാന്നോ? പോലീസുകാർ കൂടെ പഠിച്ചവരാന്നോ? ഞങ്ങൾ നിന്റെ മാമനോ മച്ചമ്പിയും കാണാന്നോ? തേങ്ങ മോട്ടിക്കാൻ കയറുവോ? അങ്ങനെ ആരെങ്കിലും കാണിക്കൂടാ കണ്ണാ? ആരെങ്കിലും ചെയ്യൂടാ മുത്തേ? അങ്ങനെ കാണിക്കോ നീ? അങ്ങനെ കാണിക്കോ നീ? എന്ത് പറഞ്ഞ ശബ്ദത്തിനൊരു മാറ്റം? സാറിന്റെ പിച്ചിന്റെ സ്ഥാനവും മാറിപ്പോയി. എന്താണ് നിന്റെ പേര്? എന്റെ പേര് ഓന്ത് രാഘവൻ. ഓന്നുള്ള നിന്റെ അച്ഛന്റെ പേരാണ്. എന്താണ് നിന്റെ അച്ഛന്റെ പേര്? എന്റെ അച്ഛന്റെ പേര് എനിക്ക് അറിയത്തില്ല സാറേ. അതെന്താണ് അറിയാത്തത്? അമ്മ എപ്പോഴും പേര് മാറ്റി മാറ്റി പറഞ്ഞോണ്ട്. നമുക്ക് ഒരു പേരിട്ടാലോ? എന്താ സാറേ? പല വക ഷാജി. സത്യം പറ, നീ എങ്ങനെയാ തേങ്ങ പൊട്ടിക്കാൻ പോയേ? സാറേ, അടുത്ത രാത്രി 12 മണി ആയി കാണും. ഞാൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിരുന്നു. അപ്പോഴാണ് സ്റ്റേഷന്റെ മതിൽ ഞാൻ കണ്ടത്. ഈ മതിൽ ഞാൻ എടുത്ത് ചാടിപ്പോ കുപ്പച്ചില് കൊണ്ട് കാല് കീറിപ്പോയി. ഈ കീറിയ കാലും കൊണ്ട് ഞാൻ തെങ്ങിന്റെ ചുവട്ടിലോട്ട് പോയ കാഴ്ച സാറുമാരൊന്ന് കാണണമായിരുന്നു. നീ കീറിയ കാലും കൊണ്ട് എങ്ങനെയാണ് നടന്നു പോയേ? ഒരുമാതിരി ശിങ്കാരി മേളക്കാര് പോണ പോയല്ലേ? ചെണ്ടമേളക്കാരി പോന്ന പോലെ. താനൊരു കാര്യം ചെയ്യ്, ഇതൊക്കെ ഊരി വെച്ചിട്ട് വല്ല മയിലാട്ടത്തിനും പോടൂ. കേട്ടോണ്ട് നിൽക്കുന്നു. ബാക്കി പറ. തെങ്ങിന്റെ ചവിട്ടി ചെന്ന് നിന്നിട്ട് മേപ്പോട്ട് കയറി കാഴ്ച സാറുമാരെന്ന് കാണണമായിരുന്നു. എങ്ങനെയാ കയറിപ്പോയേ? നിന്റെ ചെണ്ടമേളത്തിന്റെ റേറ്റ് എത്ര? അറിയില്ല. ചെണ്ടമേളം നടത്തുമോ? എന്റെ പൊന്നു സാറേ, മേലെ ചെന്നിട്ട് ഞാൻ താപ്പോട്ട് ഇറങ്ങിയപ്പോണ്ടല്ല, എന്റെ കാലങ്ങോട്ട് മഴയാ. ഞാൻ നോക്കൂല, തൊഴ വച്ചൊരു കീറ് വരും ഞാൻ. വിളിക്കുമ്പോ കേട്ടോണ്ടിരിക്കുന്നു. എന്റെ പൊന്നു സാറേ, തെങ്ങിന്റെ ഒരു സൈഡിൽ കൂടെ പോട്ട് കേറിട്ടുണ്ടല്ലോ, മറു സൈഡിൽ കൂടെ ആ പോട്ടിഞ്ഞു. എന്റെ പൊന്നുമോൻ ഏതെങ്കിലും മോട്ടിക്കാൻ കേറിയത്? ആ ഫ്രണ്ടിൽ കാണുന്നത് ആ വളഞ്ഞതെങ്കിലാന്നു. സത്യമാന്നേ? സത്യം. അയ്യോ, കള്ളനാടാ. മണ്ടയിലത്തെ തെങ്ങിലെന്നാ മോട്ടിക്കാൻ കയറുന്നേ. മണ്ടയിലത്തെ തെങ്ങി മോട്ടിക്കാൻ കയറുമോ? പോലീസ് സ്റ്റേഷനിൽ തേങ്ങ പിടിച്ച് തിരിക്കുമോ? തേങ്ങ മോട്ടിക്കാൻ കയറുമോ? ബാക്കി കണ്ടാ ബഹുമാനിക്കാവോ? ഞങ്ങൾ നിന്റെ മാമനെ മച്ചമ്മയും കാണാൻ വന്നു.
അങ്ങനെ ആരെങ്കിലും കാണിക്കോടാ കണ്ണാ? കണ്ണു അങ്ങനെ കാണിക്കോ നീ? അങ്ങനെ ചെയ്യോ നീ? ഇവിടെ ഇവനെ തൊടാൻ പറ്റത്തില്ല, ഭയങ്കര ശല്യം വന്നില്ല ഇത്. ഒരു കാര്യം ചെയ്യ്, നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കുന്ന പോക്കോ. ഞാൻ പോത്തില്ല. ഇവിടെ കഷ്ടമുണ്ട് പോകാന്. സത്യമായിട്ട് ഞാൻ പോത്തില്ല. പോടാ അവിടുന്ന്. സാറന്മാരെന്നെ പറഞ്ഞു വിട്ടാലുണ്ടല്ലോ, ഞാൻ ഇനി പോക്കറ്റ് അടിച്ചോണ്ട് ഇവിടെ വരുമല്ലോ. എന്തിനാടാ? അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ അപ്പിച്ചല്ലോ. നല്ല ഇടി വെച്ച് കൊടുക്ക. നല്ല ഇടി വെച്ച് കൊടുക്ക. നല്ല ഇടി വെച്ച് കൊടുക്ക. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഇത് ഞാൻ എന്റെ കെട്ടിയനാ സാറ്. സാറ് കേക്കണം, ഞാൻ നല്ല അന്തസ്സും തറവാടത്തും സൗന്ദര്യമൊക്കെ ഉള്ള കുടുംബത്തിലെ പെങ്കൊച്ചായി. സൗന്ദര്യ റാണി. എന്റെ സാറ്, ഞാൻ ഈ സ്റ്റേഷനിലേക്ക് കയറി പോന്നപ്പോണ്ടല്ലോ, ആ സ്റ്റേഷന്റെ വാതക ഇരിക്കുന്ന ചെറുപ്പക്കാര് പിള്ളേര് തന്നെ പറയണ കേൾക്കണായിരുന്നു. എന്താ പറഞ്ഞേ? നോക്കടാ അളിയ, ഒരു പടക്കം പെങ്കൊച്ചു പോകുന്നു. നിന്റെ വീട്ടിൽ വന്ന ഒരു കമ്പം തന്നെ കാണാനോടി. പ്രശ്നം പറയണേ അങ്ങോട്ട്. എന്റെ സാറ്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഇന്നലെ വൈകിട്ട് ഇങ്ങനെ എന്നോട് പറയുവാണ്, എന്റെ കൊച്ചിന് ഇങ്ങേർക്ക് വേണമെന്ന്. എന്റെ കൊച്ചിന് എനിക്ക് വേണം സാറേ. സാറേ, എനിക്ക് ഈ അപ്സരസിനെ വേണ്ട, എനിക്ക് ബന്ധം ഒഴിയണം, എന്റെ കൊച്ചിനെ എനിക്ക് വേണം. എനിക്ക് എന്റെ കൊച്ചിനെ എനിക്ക് എന്റെ കൊച്ചിനെ വേണം. നീ വിട്ടേക്ക്. 10 മാസം ഞാൻ ഞാൻ കേസ് കൊടുക്കും. നീ വിട്ടേക്ക്. പറഞ്ഞ് എന്നെ ഏത് കോടതി ചെന്നാലും ഏത് സ്റ്റേഷനിൽ ചെന്നാലും ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾ തള്ളമാരുടെ കൂടെ വേണം ജീവിക്കാൻ. ഒരു കാര്യം ചെയ്യ്, പെണ്ണുമ്പോൾ നിന്റെ കൊച്ചിനെ നീ കൊണ്ടുപോകട്ടെ. നീ പോകട്ടെ. എനിക്ക് സാറിനോട് ഒരു ഉദാഹരണം ചോദിക്കണം. എന്താണ് ഉദാഹരണം? നമ്മളൊരു ATM കൗണ്ടറിൽ ചെന്നിട്ട് കാർഡ് ഇട്ട് പൈസ എടുത്താൽ ഈ പൈസ എനിക്ക് സ്വന്തമോ അതോ ATM കൗണ്ടറിന് സ്വന്തമോ? പറയൂ. എങ്ങനെ? മനസ്സിലായില്ല. നമ്മളൊരു ATM കൗണ്ടറിൽ ചെന്ന് കാർഡ് ഇട്ട് പൈസ എടുത്താൽ ഈ പൈസ എനിക്ക് സ്വന്തമോ അതോ ATM കൗണ്ടർ സ്വന്തമോ? പറയൂ സർക്കാർ. അപ്പൊ എന്റെ കൊച്ചിനെ എനിക്ക് വേണം. താങ്ക് യു. അതെ, അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകണേ ഞാൻ കൊണ്ടുപോക്കൂ. പക്ഷെ നിങ്ങൾ കൊണ്ടുപോകണ ആ കാശേ വേറെ പലരുടെ അക്കൗണ്ടിലെ കാശാന്നോർത്താണ്. പ്രിയമുള്ളവരെ, TV ചാനലുകളിലെ ഏറ്റവും പുതിയ തരംഗമായ റിയാലിറ്റി ഷോയിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാനങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇതാ ഒരു എത്തിനോട്ടം. നമസ്കാരം, ഞാൻ ആൻഡപ്പൻ, ഈ വീടിന്റെ ഗൃഹനാഥൻ. ആൻഡപ്പൻ എന്ന പേര് പോലെ തന്നെയാണ് എന്റെയും അവസ്ഥ. ഈ വീട്ടിലുള്ള എന്റെ കുരുത്തങ്കെട്ട മക്കൾ എവിടെ പോയി എന്തടങ്ങേറുണ്ടാക്കിയാലും അവരുടെ പേരിന്റെ കൂടെ ആൻഡ് അപ്പൻ എന്നുകൂടെ അങ്ങ് ചേർക്കും. അതായത് ആൻഡപ്പൻ എന്റെ പേര്. അതോടെ ഞാനും ഇടങ്ങേറിലാവും. മനുഷ്യ, ഞാൻ മഹിളാരത്ന റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി പാട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നപ്പം നിങ്ങൾ എന്തിനാ വീടിന്റെ പുറത്തിറങ്ങി നിന്നത്? ഞാൻ പുറത്തിറങ്ങി നിന്നില്ലെങ്കിലേ നാട്ടുകാരി വിചാരിക്കും ഞാൻ നിന്നെ പിടിച്ച് തല്ലിയിട്ട് നീ കിടന്ന് കരയുകയാണെന്ന്. ഓ, നിങ്ങളെ ഇന്ന് ഞാൻ പാട്ട് മാത്രമല്ല, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടംതുള്ളൽ, മോണോ ആക്ട്, ഇതിനൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അറിയാവോ? ഇതാണ് ആൻഡപ്പന്റെ ഭാര്യ റോസിക്കുട്ടി. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് താരമാകാൻ അരയും തലയും മുറുക്കി ഒരുങ്ങിയിരിക്കുകയാണിവർ. പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിക്കും മൂത്ത മകൻ കാതികൻ മാത്തുക്കുട്ടിയുടെ 1000 അഭിവാദനങ്ങൾ. മോനെ മാത്തുക്കുട്ടി, നിന്റെ ഇന്നലത്തെ കഥാപ്രസംഗ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നടാ? അതൊരു കഥയാണ് അമ്മച്ചി. റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന എന്റെ കഥാപ്രസംഗം കേൾക്കാൻ ഇന്നലെ ഒറ്റൊരുത്തൻ പോലും വന്നില്ല. അയ്യോ, അതെന്താ? ഞാനാണ് കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വരുന്നതെന്ന് ആ കമ്മിറ്റിക്കാര് പരസ്യം ചെയ്തില്ലാന്നേ. അവര് പരസ്യം ചെയ്തില്ലേലും നീ വരുന്ന വിവരം എങ്ങനെയോ ലീക്കായിട്ടുണ്ട്. അതായിരിക്കും ആരും വരാത്തത്. അപ്പച്ചാ, കണ്ടല്ലോ, ഇതാണ് ആൻഡപ്പന്റെ മൂത്ത മകൻ കാതികൻ മാത്തുക്കുട്ടി, ഈ കുടുംബത്തിലെ മറ്റൊരു റിയാലിറ്റി താരം. എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത് അവന്റെ ഒരു ഒടുക്കത്തെ സിനിമാറ്റിക് ഡാൻസ്. എന്താ അപ്പ ചെയ്ത്? അല്ല, അവൻ എന്നാ ചെയ്തിട്ടാ? ഇന്ന് രാവിലെ ഞാൻ കുളിക്കാൻ കയറിയ നേരത്തെ ഇവൻ ഫയർ ഡാൻസിന്റെ റിഹേഴ്സൽ ആണെന്ന് പറഞ്ഞ് മണ്ണെണ്ണ വായിലെടുത്തിട്ട് തീ ഊതി. ഞാൻ അലക്കിട്ട എന്റെ ആകെ കൂടെയുള്ള 2 മുണ്ടിവൻ കത്തിച്ചു കളഞ്ഞ്. അറിയാമോടാ നിനക്ക്? അപ്പൊ നിങ്ങൾ ഇപ്പൊ കൊടുത്തിരിക്കുന്നതോ? ദേ, ഇത് നിന്റെ അടിപ്പാവാടയാ. ഈ വന്നതാണ് ഈ വീട്ടിലെ ഇളയ താരം, സിനിമാറ്റിക് ഡാൻസുകാരൻ ജോണിക്കുട്ടി. ഇതും മറ്റൊരു റിയാലിറ്റി താരമാണ്.
ചാനലൊന്നു തുറക്കുമ്പോൾ കാണാം അതിലെന്നും റിയാലിറ്റി ഷോയുടെ തരംഗം. എത്രയെത്ര കലകളെ പലരും എടുത്തിട്ട് SMS കുരുക്കുവാൻ ബഹളം. എന്റെ കർത്താവേ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? എടി, ഇറങ്ങി വാടി ഇങ്ങോട്ട്. എന്റെ മോന്റെ ഭാര്യയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇറങ്ങി വരാൻ. എന്നാടി റോസക്കുട്ടി, നിങ്ങൾ അറിഞ്ഞോ, ഞാൻ മഹിളാരത്നത്തിന്റെ അടുത്ത എപ്പിസോഡിന് ഉടുക്കാൻ മേടിച്ച പുത്ത സാരി എടുത്ത് നിങ്ങളുടെ മരുമോളുണ്ടല്ലോ ആന്ധ്രന്ന് വന്ന വെള്ളപ്പൊക്കക്കാർക്ക് എടുത്ത് കൊടുത്തിരിക്കുന്നു. അഹങ്കാരി. അതിന് നിന്നെ പിടിച്ചാരും വെള്ളപ്പൊക്കക്കാർക്ക് കൊടുത്തില്ലല്ലോ. വേണേൽ അവൾ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. എടി മോളി, ഇങ്ങോട്ട് വാടി. നിന്നെ ഇന്ന് ഞാൻ എന്താ എന്താ നിങ്ങൾ കണ്ണ് തൊള്ള തുറക്കുന്നത്? എടി, അമ്മച്ചിയുടെ സാരി നീ പിച്ചക്കാർക്ക് എടുത്തു കൊടുത്തോ? ഓ, റിയാലിറ്റി ഷോ. ഇങ്ങനെ റിയാലിറ്റി പ്രാന്തുള്ള കുടുംബത്തേക്കാണല്ലോ എന്റെ കർത്താവേ എന്നെ കെട്ടിയെടുത്തത്. നിർത്തടി. ഈ റിയാലിറ്റി ഷോയൊക്കെ ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവുകയല്ല. അയ്യടാ, ഞങ്ങളുടെ കുടുംബക്കാരത്ര മോശക്കാരൊന്നുമല്ല. എന്റെ അമ്മച്ചി നല്ല ഒന്നാന്തര എഴുത്തുകാരിയാ. അമ്മച്ചിയുടെ കഥ വല്ല നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പിന്നെ അതിപ്പോ എന്നാ വായിക്കാനാ? നിന്റെ തള്ളയുടെ കഥ നാട്ടി മൊത്തം പാട്ടല്ലേ. എന്താ പറഞ്ഞത്? നീ പോടി അവിടുന്ന്. എന്നെ പറഞ്ഞാലുണ്ടല്ലോ. നിന്നെ പറഞ്ഞാ നീ എന്ത് ചെയ്യടി? കൊറേ നാളായിടി നിന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ പോതല്ലേ. വെള്ളമെടുക്കും മരുമോളെ, കുശുമെടുക്കണ കെട്ടിയോളെ, മനുഷ്യന് തിരി തലക്ക് വെളിവ് തന്നൂടെ. നേരം വെളുക്കുമ്പോ രണ്ടാളും ഒരു വിളിച്ചുകൊണ്ട് അഭ്യാസം, രണ്ടാളും കൂടി നല്ല കുടുംബം കുളം തോണ്ടും. പെണ്ണുങ്ങൾക്കുള്ളൊരു നാക്കും വായിന്ന് വന്നൊരു വാക്കും, എത്ര കുടുംബം കലക്കി നാട്ടിൽ. പെണ്ണുങ്ങളെ നിങ്ങൾ ഇങ്ങനെയായാലോ കഷ്ടം. എന്താ കൂട്ടായി? വന്നല്ലോ എല്ലാത്തിനും കുറ്റം പറയണ എന്റെ പൊന്നാരളിയൻ വന്നല്ലോ. എന്താ ഇതളിയ? പെങ്ങളെ, മോളെ തല്ലുന്നത് അപ്പനായാലും ഭർത്താവായാലും ഒരു താളവും ബോധമൊക്കെ വേണ്ടേ? എന്റെ പൊന്നളിയ, എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കാതെ ഒന്ന് കടന്നു പോകുന്നുണ്ടോ? അല്ലളിയ, ഷഡ്ജം ഒന്ന് ഇറങ്ങി പോടാ. കമോൺ ബോയ്സ്, റിയാലിറ്റി ഷോയിലെ സൂപ്പർ താരമായ എന്റെ കൂടെ ഡാൻസ് പഠിക്കാൻ പറ്റിയത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യം മാത്രമായിട്ട് കരുതിയാൽ മതി. ആദ്യമായി നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. 3, 4. അപ്പൊ ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. മാഷിനെ കൊണ്ട് വീട്ടില് ഭാര്യ തുണിയലപ്പിക്കുന്ന ആക്ഷൻ ആണല്ലേ ഞങ്ങളെ ഡാൻസ് ആണെന്നും പറഞ്ഞ് പഠിപ്പിക്കണത്. ഈ സ്റ്റെപ്പ് ഞങ്ങൾ അടിച്ച് തകർക്കും. 3, 4. നിർത്തടാ, ഇതെന്നാ കോപ്രാമൊക്കെയാണ് കാണിക്കുന്നത്? അപ്പാ, ഇത് ഞങ്ങളുടെ പുതിയ സ്റ്റെപ്പാണ്. കോപ്പാണ്. എടാ, ഈ റിയാലിറ്റി ഷോയുടെ കാര്യം പറഞ്ഞ് ചുമ്മാ കോപ്രായം കാട്ടി നടക്കാതെ വല്ല പണിക്ക് പോടാ. അച്ഛാ, നാളെ എന്റെ കഥാപ്രസംഗ മത്സരത്തിന്റെ ഫൈനലിലേക്കുള്ള സെലക്ഷനാ. അപ്പൊ ഇവരാരാ? ഓർക്കസ്ട്രയുടെ ചെലവ് കുറക്കുവാനായിട്ട് ഞാൻ കൊണ്ടുവന്ന മിമിക്രിക്കാരാ. എടാ മാത്തുക്കുട്ടി, നിന്റെ കഥ ഇതുവരെ അമ്മച്ചു കേട്ടില്ലല്ലോടാ. നിങ്ങൾക്ക് വേണ്ടി കഥയുടെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. കറക്റ്റ് മ്യൂസിക്. അതാ, കിഴക്കേ ചക്രവാളത്തിൽ പ്രഭാതം പൊട്ടിവിടർന്നു. എന്താണത് മനസ്സിലായില്ലേ? ഇത് സുപ്രഭാതം പൊട്ടിവിടുന്ന സൗണ്ടാണ്. 1975 കോമഡി ആയിട്ടാവും വരും. സഹൃദയരെ, എടാ പൊന്നുമോനെ, നീ കഥ പറ. സഹൃദയരെ, ഇനി കഥയുടെ സുപ്രധാനമായ രംഗമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ കഥാനായകൻ കഥാനായികയുമായി കണ്ടുമുട്ടുന്നു. ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ നായകന് സാധിക്കുന്നില്ല. നായകന്റെ കൂടെ പോകണോ അതോ തിരിച്ചു വീട്ടിലേക്ക് പോകണോ എന്നൊരു തീരുമാനമെടുക്കാൻ നമ്മുടെ നായികക്കും കഴിയുന്നില്ല. നായകന്റെ കൂടെ പോകണോ അതോ വീട്ടിലേക്ക് പോകണോ? വീട്ടിലേക്ക് പോകണോ അതോ നായകന്റെ കൂടെ പോകണോ? നായകന്റെ മനസ്സ് വീണ്ടും അങ്കമാലിയിലായി. അങ്കലാപ്പിലായി. അവൻ ചിന്തിക്കുകയാണ്, നായികയും കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ? നായികയും കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ? അങ്ങനെ പ്രതിസന്ധിയിലായ നായകൻ ദുഃഖഭാരത്താൽ പുഴയിലേക്കെടുത്തൊരു ഒറ്റ ചാട്ടം. സഹൃദയരെ, വെള്ളത്തിൽ നിന്നും ഇങ്ങനെ മുങ്ങിപ്പൊങ്ങിക്കൊണ്ട് അവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു. എടാ, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു. ഓ, നായികയെ നോക്കി പറഞ്ഞു, ഒന്ന് ഇറങ്ങി പോടാ. ഇവർ പങ്കെടുത്ത റിയാലിറ്റി ഷോയിലെ ഒരു കടുത്ത മത്സരത്തിന് ശേഷം അപ്പാ, ഓടി വാ.
മക്കളെ കാര്യം? എന്റെ പൊന്നപ്പ, റിയാലിറ്റി ഷോയിൽ എല്ലാ ഐറ്റത്തിലും ഞങ്ങൾ എല്ലാവരും ഫൈനലിലെത്തി. മനുഷ്യൻ കേട്ടോ, ഞങ്ങൾ എല്ലാരും ഫൈനലിൽ എത്തിയത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫ്ലാറ്റ് കിട്ടുമോ? ജയിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഫ്ലാറ്റ്. ഫൈനലിൽ എത്തിയിട്ട് എന്നാ കാര്യം? ജയിക്കണമെങ്കിൽ SMS കിട്ടണമല്ലോ. അതിനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതെന്താണ് ആ വഴിയൊന്ന് പറഞ്ഞു തന്നാട്ടെ. അടിച്ചോടിക്കണ അപ്പച്ചന്റെ കയ്യും കാലും. എന്തിനാടാ അപ്പന്റെ കയ്യും കാലും തല്ലി ഓടിച്ചത്? അപ്പനെ തല്ലി കയ്യും കാലും ഒടിച്ചാലേ റിയാലിറ്റി ഷോയിൽ കാണിക്കാനായിട്ട് ചാനലുകാർ വന്ന് ഷൂട്ട് ചെയ്യുമല്ലോ. അത് സ്ലോ മോഷനിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുമായി TV കാണിക്കുമല്ലോ. അതെന്തിനാ? അപ്പൊ ജനങ്ങൾ മൊത്തം കണ്ട് ഞങ്ങളോട് സെന്റിമെന്റ്സ് അടിച്ച് SMS ചെയ്യുമല്ലോ. അപ്പോ SMS കിട്ടി ജയിച്ച് എല്ലാവർക്കും ഫ്ലാറ്റ് കിട്ടുമല്ലോ. പ്രിയമുള്ളവരെ, കലാകാരന്മാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സഹതാപങ്ങളും വിറ്റ് കാശാക്കുന്ന ഇവിടുത്തെ ചാനലുകളിൽ തലകാട്ടാൻ ആക്രാന്തം കാണിക്കുന്നവരോട് എന്റെ കുടുംബത്തിന് ഇനി എന്താണ് പറയാനുള്ളത്? ചാനലിൽ പാടുവാൻ ആക്രാന്തം കാട്ടുന്ന ചെല്ലക്കിളികളെ നിങ്ങളെന്നോർക്കണം. എന്തൊക്കെ പാടിയാലും കിട്ടൂലെന്നോർക്കണം. SMS ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. ചാനലിൽ പാടുവാൻ ആക്രമം കാട്ടുന്ന ചെല്ലക്കിളികളെ നിങ്ങളെന്നോർക്കണം. എന്തൊക്കെ പാടിയാലും കിട്ടൂലെന്നോർക്കണം. SMS ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. SMS ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം.